നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ട്രെയിൻ തട്ടിയുള്ള അപകടങ്ങൾ പതിവാണ്. പലപ്പോഴും ഓടുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ കയറുമ്പോഴെല്ലാം ഇത്തരത്തിൽ റെയിൽവേ പാളത്തിലോട്ട് വീണ് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളും നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ തട്ടി ഒരു സ്ത്രീ മരിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഇന്ന് രാവിലെ 8:40 സംഭവം നടന്നിട്ടുള്ളത്. കൊയിലാണ്ടിയിലൂടെ ട്രെയിൻ കടന്നു പോകുന്നതിലൂടെ മേൽപ്പാലത്തിനടിയിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചിരിക്കുന്നത്. ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ചിതറിയ നിലയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മൃതദേഹം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനു മുൻപും വന്ദേ ഭാരത് ട്രെയിൻ തട്ടി കോഴിക്കോട് നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ആരുടെ മൃതദേഹമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുവരെയായിട്ടും ആരും അന്വേഷിച്ചു വന്നിട്ടില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോയ വന്ദേ ഭാരത് തട്ടിയിട്ടാണ് കോഴിക്കോട് ചക്കുകടവ് സ്വദേശി അബ്ദുൾ ഹമീം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചത്. ചക്കുകടവിൽ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. കോഴിക്കോട് എലത്തൂരിലും ഇത്തരത്തിൽ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചിരുന്നു. റെയിൽവേ പാളങ്ങൾ മുറിച്ചു കടക്കുന്നത് അപകടമാണെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടും പലരും സമയം ലാഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളും സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് കാണാം, ഇത്തരത്തിൽ യാതൊരുവിധ സുരക്ഷയില്ലാതെ ട്രെയിൻ പാളത്തിന് മുകളിലൂടെ ട്രെയിൻ വരാൻ ചിലപ്പോൾ വളരെ സെക്കൻഡുകൾ മാത്രം ശേഷിക്കുമ്പോഴായിരിക്കും ഇത്തരത്തിൽ ആളുകൾ വളരെ അപകടം നിറഞ്ഞ രീതിയിൽ ട്രെയിൻ പാളത്തിലൂടെ ട്രെയിൻ മുറിച്ച് കടക്കുന്നത്. മേൽപ്പാലത്തിലൂടെ നടന്ന് മറുവശത്ത് എത്തുന്നവർ അപൂർവമാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മേൽപ്പാലം നടന്നു പോകാൻ മടിയുള്ളവരാണ് ഇത്തരത്തിൽ റെയിൽവേ പാളത്തിലൂടെ തന്നെ കടക്കുന്നത്. ഈ വർഷം മാത്രം ട്രെയിൻ തട്ടി മരിച്ചത് 500-ലധികം പേരാണ്. ട്രെയിനുകളുടെ എണ്ണവും വേഗവും കൂടിയതും എഞ്ചിൻ വൈദ്യുതിയിലേക്ക് മാറിയപ്പോൾ ശബ്ദം കുറഞ്ഞതും അപകടം കൂടാൻ കാരണമായി എന്നും പറയുന്നുണ്ട്. പാളത്തിന്റെ ഘടന മാറിയതും 3-ഫേസ് എഞ്ചിൻ വ്യാപകമായതും മറ്റു കാരണങ്ങളാണ്. റെയിൽവേ പാളവും പരിസരവും അപകട മേഖലയാണ്. എപ്പോഴും അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകും. എന്നിരുന്നാലും അവരുടെ കണ്ണുവെട്ടിച്ചാണ് ഇത്തരത്തിൽ ആളുകൾ റെയിൽവേ ക്രോസിംഗിലൂടെ കടക്കുന്നത്. അതിനാൽ ഇവിടെ ആളുകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. അതിനാൽ തന്നെ റെയിൽവേ പരിധിയിൽ തീവണ്ടി തട്ടി മരിച്ചാൽ റെയിൽവേ നഷ്ടപരിഹാരം നൽകില്ല എന്ന നിയമവും നിലനിൽക്കുന്നുണ്ട്. വർക്ക് പെർമിറ്റ് കാർഡില്ലാതെ അപകടം സംഭവിച്ചാൽ റെയിൽവേ ഉദ്യോഗസ്ഥന് പോലും ഈ നിയമം ബാധകമാണ്. ലെവൽ ക്രോസുകളിലൂടെ പാളം കടക്കുന്നതും ശിക്ഷാർഹമാണ്. എന്നിരുന്നാലും നമ്മളത് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. റെയിൽവേ പാളങ്ങളിൽ ആളുകൾ വന്നിരിക്കുന്നതും അതുപോലെ തന്നെ അത് യാതൊരു സുരക്ഷാ സംവിധാനമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, അശ്രദ്ധമായിട്ട് ജനങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ഏതായാലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. കോഴിക്കോട് ശരീരം തിരിച്ചറിയാനാകാത്ത വിധത്തിലാണ് ഛിന്നഭിന്നമായിരിക്കുന്നത് എന്നാണ് അധികൃതർ നൽകുന്ന റിപ്പോർട്ട്. ഇതുവരെയായിട്ടും അവരെ അന്വേഷിച്ചും മരിച്ചിട്ടുള്ള യുവതി ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അന്വേഷിച്ചും ഇതുവരെ ആരും എത്തിയിട്ടില്ലെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക നിഗമനം.